കേരളം ലവ് ജിഹാദിന്റെയും മതപരിവർത്തന ഗ്യാങ്ങിന്റെയും ഹബ്ബായി മാറുന്നുവെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. കേരളത്തിൽ നിന്നുള്ള മുസ്ലിങ്ങൾ എവിടെ പോയാലും അവരുടെ യഥാർത്ഥ ഡിഎൻഎയിൽ മാറ്റം വരുന്നില്ലെന്ന് VHP വക്താവ് വിനോദ് ബൻസൽ. ഉസ്ബെക്കിസ്ഥാനിൽ പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവം ഗൗരവമുള്ളതെന്നും വിനോദ് ബൻസൽ ജനം ടിവിയോട് വ്യക്തമാക്കി. കേരള നിയമസഭ മതപരിവർത്തനം തടയുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തേണ്ടത് അനിവാര്യമാണെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നുവെന്ന് VHP വക്താവ് ചൂണ്ടിക്കാട്ടി. Wherever the Kerala Muslim goes, their original DNA doesn't change, and the incident which has happened in Uzbekistan is very serious and very alarming also. That the student of medical college also indoctrinate by such type of love jihad and religious conversion gang, that they don't believe in their studies, but they are deeply involved in the cases of love jihad, conversion and jihadist activities. ദിനംപ്രതി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. മതപരിവർത്തനത്തിന്റെ പേരിൽ ക്രൂരമായ ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഞെട്ടിക്കുന്നതാണെന്നും വിനോദ് ബൻസൽ കൂട്ടിച്ചേർത്തു. ഉസ്ബെക്കിസ്ഥാനിലുണ്ടായ സംഭവം കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഗൗരവമായി എടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മതപരിവർത്തന ഗ്യാങ്ങിനും ലവ് ജിഹാദിനുമെതിരെ ശക്തമായ നിയമനിർമ്മാണം നടത്തണം. ഈ ക്രൂരമായ സംഭവം ഇനി ആവർത്തിക്കാതിരിക്കാൻ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും VHP വക്താവ് വിനോദ് ബൻസൽ ആവശ്യപ്പെട്ടു. ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥിനിയായ ഹരിപ്പാട് സ്വദേശിനി സാവരിയെ കൊലപ്പെടുത്തിയ സഹപാഠി മതപരിവർത്തനത്തിന് നിർബന്ധിച്ചിരുന്നതായി ബന്ധുക്കൾ ആരോപിച്ചു. സഹപാഠിയായ സദുറുൽ അനമിൽ നിന്ന് ക്രൂരമർദ്ദനത്തിനിരയായ പെൺകുട്ടി കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊല്ലപ്പെട്ടത്. ജനം, ഡൽഹി.